guys, welcome back to Videodogs. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് one breath challenge. വൺ ബ്രത്ത് എടുക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത്? സൂപ്പർ നൈസ് ഡാ മച്ചി, നൈസ് ഡാ. അല്ല ബ്രോയ്ക്ക് നീ പരിചയം ഉണ്ടോ? മറ്റേ ഇങ്ങനെ ഒതുക്കി പിടിച്ചു. ശരിയാ, നല്ല വടിവത്ത ശരീരം. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോണതിന് മുമ്പ് ചലഞ്ചിന്റെ റൂൾസും കാര്യങ്ങളും പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പൊ റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗെയിമിന് 3 റൗണ്ട്സ് ആയിരിക്കും ഉള്ളത്. ഈസി, മീഡിയം, ഹാർഡ് ലെവൽ. സോ ഇതിനകത്ത് 3 സെന്റൻസും കാര്യങ്ങളും ആയിരിക്കും. അത് നമ്മൾ 1 ബ്രീത്തിൽ തന്നെ പറയണം. അതാണ് ഇതിനകത്ത് ചലഞ്ച് വരുന്നത്. ആണല്ലേ? ഇത് എല്ലാ ചലഞ്ചിലും ഇങ്ങനെയല്ലേ ബ്രോ പറയാറ്? തെറ്റാതെ പറയണം. അതെ ഗൈസ്, തെറ്റാതെ പറയാം. അക്ഷരസ്വലഫലമായി അല്ല, അക്ഷരസുലഭമായി എന്നാണ്. വേറെ സംഭവം വിചാരിച്ചിട്ടിരിക്കുക. അതോ ഇതാണ് ഉദ്ദേശം? അക്ഷരസ്ഫുടത പറയാൻ അറിയത്തില്ല. എഴുതി പിടിച്ച. അപ്പൊ വീഡിയോയിലേക്ക് പോകണേ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ശരിയാ സഭ്യത്തിന് മറക്കാം സഭ്യ ഗൈസ്. അപ്പോ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1 മില്യണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയാലോ? ബ്രോ ഇപ്പോഴേ തുടങ്ങി. മറ്റേ 1 ബ്രീത്തിലൊക്കെ ഫുള്ള് പറയുന്നത്. സൂപ്പർ പ്രാക്ടീസിങ്. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും വക്രയാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കളിക്കാൻ പോണത്. വക്രി, ഫോൺ എടുക്കുക. 3, 2, 1. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി ചായ കുടിച്ച് പുറത്തേക്ക് നടന്നു പോയി. ഇതൊക്കെ ഈസി ഗൈസ്, ഈസി റൗണ്ട് ആണ്. എന്താണ് ബ്രോ ഈസി? എന്താ മോനെ പേടിച്ചു പോയോ? അല്ല, ഇതിനകത്ത് വായിക്കാറില്ലെങ്കിൽ പെട്ടു. മലയാളം ബ്രോയ്ക്ക് മലയാളം വായിക്കറിയോ? എത്ര ഗ്രന്ഥങ്ങൾ ഞാൻ എന്റെ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയാം. ആ ഒരു ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞ മഹാഭാരതം എന്നായിരിക്കൂലേ? അല്ല, പിന്നെ രാമായണമാണോ? ബൈബിളാണോ എഴുതിയത്? ഗ്രന്ഥം ഒന്നും അറിയാൻ ഖുർആനായിരിക്കൂലേ? അല്ല, കൊമ്പന്റെ പിണ്ടം. കൊമ്പന്റെ പിണ്ടം? അതേതാ ഗ്രന്ഥം? കൊമ്പന്റെ പിണ്ടം അതില് ദൈവം വെയിറ്റ് ബ്രോ ഞാൻ തരാന്നേ. വെയിറ്റ് അതില് അപ്പൊ എന്തായാലും നമ്മുടെ വക്രിക്ക് ഒരു പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് ഈസി റൗണ്ട് ആണ്. ഇതൊക്കെ എടുത്തിട്ട് നേരെ തലക്ക് അടിച്ചു കൊടുക്കണം. സോ ഗൈസ്, അപ്പൊ എന്തായാലും നെക്സ്റ്റ് റൗണ്ട് ഞാൻ തന്നെയാണ്. ബ്രോ എന്തിനാ സാഡ് ആയിരിക്കുന്നത്? എപ്പോഴും ബ്രോ ചിരിക്കണം. ബ്രോ ചിരിക്കുമ്പോൾ 2 പേര് കൂടെ ചിരിക്കും. എങ്ങനെയാണെന്നറിയോ? ബ്രോയും ഈ ബ്രോയും കണ്ടോ? 1, 2, 3, 4 പേര്. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഞാൻ നെക്സ്റ്റ്. എന്താണ് ബ്രോ വിഷമായാലും അഭിനയിക്കുവാണോ? ഇയാള് ഇന്നലെ വന്നിട്ട് എന്നോട് പറയാ, എന്നെ 2-3 കൂടുതൽ ഊക്കുവാണെങ്കിൽ ആൾക്കാരിൽ എന്നെ കൂടുതൽ ഒരു സിമ്പതി വർക്കുണ്ടാവും. അപ്പൊ എന്നെ അങ്ങനെ ഒന്ന് ചെയ്യാവുന്ന. അതുകൊണ്ട് ഞാനിപ്പോ ഫുൾ ഊക്കാം. അതുകൊണ്ട് ഇനി സിമ്പതി വരാൻ വേണ്ടി ഊക്കാൻ ചക്രേട്ടാ. കേട്ടോ? ഇതെല്ലാം സിമ്പതി. അയ്യോ കണ്ടോ? നമ്മളതൊക്കെ ചിൽമയിലെടുക്കാം. അല്ലാണ്ട് നമ്മളൊന്നും ഈ പഠിച്ച് ഇന്ന് പിന്നെ ഞാൻ കളിക്കാം. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇല്ലല്ലോ. എന്റെ റൗണ്ടാണ്. ഓക്കെ, കാണിച്ചോ, നോക്കോട്ടെ. അവൻ സ്കൂളിൽ പോയപ്പോൾ പുസ്തകങ്ങൾ മുഴുവൻ വീട്ടിൽ തന്നെ മറന്നുപോയി. പാരഗ്രാഫ് കൊടുത്തേക്ക്. പിന്നെ അതൊന്നും പറ്റത്തില്ല. പാരഗ്രാഫ് വരാൻ ബ്രോയ്ക്ക് പാരഗ്രാഫ് അല്ലേ വേണ്ട? തരാവേ ഒരു 50 പേജുള്ള. അപ്പൊ എന്തായാലും നമ്മുടെ ജക്രമൈമിയുടെ ആണ് അവസരം. ഓക്കെ, ഞങ്ങൾ രാത്രി 7 മണിക്ക് ഭക്ഷണം കഴിച്ച ശേഷം സിനിമ കാണാൻ കയറി. പറയാ പറഞ്ഞൊരു മലയാളം പേടില്ല. ഇവൻ മറ്റേ മലയാളം ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് വായിക്കണം. റൂൾ അതാണ്. എന്തേലും മാത്രം ഒരു സിനിമ കാണാൻ കയറിയു. അത് ചിലപ്പോ ഇത് അല്ല, അത് പാരഗ്രാഫ് വരാതെ ട്രൂ ഒരു സംഭവം തന്നെയല്ലേ? അപ്പൊ ഫസ്റ്റ് ഇല്ല, പോയിന്റ്സ് ഇല്ല. ഇതിപ്പോ
വലിയ കഷ്ടാലോ. ഇതിപ്പോ ആരാണപ്പോ പറയാതെ തന്നെ ബ്രോ ഇതുപോലെ തന്നെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണാൻ കയറിയൂന്ന് തന്നെ വായിക്കണം. അതുകൊണ്ട് ക്രൂ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് എന്താണോ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ അർത്ഥമില്ലാത്ത വാക്ക് വായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് പാരാഗ്രാഫ് കൊടുക്കണേ. അപ്പൊ എല്ലാം തെറ്റിച്ചോളൂ. ഞാൻ വായിക്കണം, ഞാൻ ചിന്തിക്കും ഇതല്ലല്ലോ കറക്റ്റ്. അതാണ് എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ എഡിൻ വിസിബിക്ക് ഒന്ന്, എനിക്കൊന്ന്, സോ ഗൈസ് ഈസി റൗണ്ടിൽ സെക്കൻഡ് റൗണ്ട്. കുട്ടികൾ പാർക്കിൽ പോയി ഓടിക്കളിച്ച് അങ്ങനെ വായിക്കാൻ പറ്റുന്ന പെട്ടെന്ന് കണ്ടപ്പോ പാർക്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കയറി എന്ന് പറയുമ്പോ കുട്ടികൾ പാർക്കിൽ പോയി ഓടിക്കളിച്ച് പിന്നെ ഐസ്ക്രീം വാങ്ങി തിരിച്ചു വന്നു. ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇതിനാണോ നീ ഇത്തരം മിക്കിയത്? പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന്. സോ ഗൈസ്, അപ്പോ ഞാനാണ്. അച്ഛൻ ഓഫീസ് പോകുന്നതിന് മുമ്പ് വായിച്ച ശേഷം ചായയും കുടിച്ചു. എന്താണ് ഇത്? എന്റെ കറക്റ്റ് ആണ്. എന്തെങ്കിലും പറയാണ്ടിനി. അച്ഛൻ ഓഫീസ് പോകുന്നതിന് മുമ്പ് അതൊക്കെ നമ്മള് കാണിക്കാം. ഈസി. സോ ഗൈസ്, അപ്പൊ എന്തായാലും എനിക്ക് 2 പോയിന്റ്, എഡിൻ ബിസി 1. സോ അവസരമാണ്. പോരട്ടെ സാധനം പോരട്ടെ. 3, 2, 1. ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് ട്യൂഷനിലേക്ക് ഓടി. ഓ കറക്റ്റ് കറക്റ്റ് ആണ്. എന്താ ഗസ് ചെയ്ത് വായിക്കാനായിരുന്നു? ആണോ? അപ്പൊ അത് ആദ്യം കളി മനസ്സിലാവാത്തന്നെയാണ്. അല്ലാതെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ പറയാ? പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ ആ കളി എന്താന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കണം. അതിനാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതല്ല പ്രസൻസ് ഓഫ് മൈൻഡ്, ഇത് റിയാക്ഷൻ ആണ്. പ്രസൻസ് ഓഫ് മൈൻഡ് റിയാക്ഷൻ ടൈം വേറെയാണ്. എന്താണ് ഇയാള് പറയുന്നത്? പ്രസൻസ് ഓഫ് മൈൻഡ് ആദ്യമായിട്ട് കേൾക്കുന്നത്. നല്ല വാക്കായതുകൊണ്ട് ചലഞ്ച്. എവിടെ നീ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വേർഡ് കിട്ടിയെന്ന്? സോ ഗൈസ്, അപ്പൊ എന്തായാലും മീഡിയം റൗണ്ടിലേക്കാണോ പോകുന്നത്? അപ്പൊ നമ്മൾ മീഡിയം റൗണ്ടിലേക്ക് ഒരു കാലം എടുത്തു വെക്കാൻ പോവാണ്. റെഡിയാണോ? മീഡിയം റൗണ്ട് ആണ്. നീ നമ്മളൊന്നും ആലോചിക്കരുത്. 3, 2, 1. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചു. കുട്ടിയെ എഴുന്നേൽപ്പിച്ച് യൂണിഫോം തിരിച്ച് ടിഫിൻ ഒരുക്കി സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം തിരിച്ചുറങ്ങാനായി. നിനക്കില്ലടാ, കഴിവില്ലടാ നിനക്കതില്. പോടാ. സോ ഗൈസ്, അപ്പൊ എന്താണ് അവസരം? ഇട്ടോ ക്രൂ. 3, 2, 1. ഇന്നലെ രാത്രി ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത് സിനിമ കണ്ടു. പിന്നെ ചിരിച്ചും സംസാരിച്ചും ഒടുവിൽ ഉറക്കമില്ലാത്ത 1 വരെ എഴുന്നേൽക്കുകയായിരുന്നു. ഇല്ലാത്തന്നല്ല, ഇല്ലാതെ എന്നാണ്. ഇല്ലാതെന്നാ പറഞ്ഞത്. നീ ഇല്ലാത്താന്നാ പറഞ്ഞത്. ഞാൻ കറക്റ്റ് കേട്ടതാ. ചോദിച്ചു ഇല്ലാത്താന്നാ പറഞ്ഞത്. ഇല്ലാതെന്നാണ്. തെറ്റില്ലടാ, തെറ്റില്ലടാ. ഞാൻ ശരി കാണിച്ചടാ. മീഡിയം കാണിക്കുമോടാ ഞാൻ. മീഡിയം റൗണ്ടിലെ ജക്ടമൈമയുടെ അവസരമാണ്. പോരട്ടെ. തരം ബെഗില് പിടിക്കല്ലേ. എനിക്കങ്ങോട്ട് വായിച്ചു മേടിക്കണം. ഒന്നും വെഗില് പിടിക്കാന്നില്ലടോ. ഞാൻ തരാന്ന് ഒരു പുസ്തകം കിട്ടും. ഞാൻ ഫുൾ വായിച്ചു. തുപ്പണ് തെറിപ്പിക്കുന്ന എന്തിനാ? അയച്ചോ എന്നാ തരാം. 3, 2, 1. അവൻ പകലും രാത്രി മൊബൈലിൽ റീൽസ് കാണുകയും പിന്നെ അമ്മയെ കണ്ടപ്പോൾ പുസ്തകം എടുത്ത് പഠിക്കുന്നത് പോലെ നടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എതുക്കടാ മീഡിയം ഫസ്റ്റ് ഇട്. എന്തര കുട്ടടാ കുട്ട സുട്ടടാ സുട്ട എന്തടാ കുട്ട. മീഡിയം ലെവല് പറ്റിയ മീഡിയം ലെവൽ എൻ്റർ ചെയ്യാൻ പറ്റിയ ബ്രോ ഒരു അൾട്രാ
ബ്രോ വരുന്നുണ്ട് ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മീഡിയം അപ്പൊ മീഡിയം റൗണ്ടിൽ അടുത്ത ഫസ്റ്റ് റൗണ്ടിൽ ജക്ടർ തന്നെ കളിക്കട്ടെ. അല്ല മീഡിയം റൗണ്ടിൽ ഓക്കെ അല്ല ഇങ്ങനെ ജക്ടർ കളിക്കട്ടെ. അപ്പൊ ജക്ടറിന് ഇപ്പൊ അടുത്ത ഒരെണ്ണം കൂടി പറയണം. പോന്നോട്ടെ കോൺഫറൻസ് അഹങ്കാര ഓക്കെ അല്ലേ? സോ ഗൈസ് അപ്പൊ എഡിൻ BCB ആണ്. റെഡിയാണോ? 3, 2, 1. ഞങ്ങൾ പാർക്കിൽ പോയപ്പോൾ ഐസ്ക്രീം വാഹനം കണ്ട് ഒടുവിൽ എല്ലാവരെയും ഓരോരുത്തരും ഐസ്ക്രീം വാങ്ങി വേഗത്തിൽ കഴിച്ചു. എല്ലാവരും എല്ലാവരെയും എല്ലാവരും നോക്ക് അതിനെ എല്ലാവരും നോക്ക് ചെക്ക് എല്ലാവരും എന്നാണ് ഇത്. സോ ഗൈസ് അപ്പോ എഡിൻ BCB ഈ റൗണ്ടും പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും പോലും കടക്കാൻ പറ്റാത്ത നീ ഫസ്റ്റ് റൗണ്ട് മാത്രല്ലേ ആൻസർ ചെയ്തിട്ടുള്ളു. പിന്നെ 2, 3, 4 അങ്ങനെ ആവൂ. നീ അങ്ങനെ ആവൂ. ഇനി കൊമ്പാച്ച പോരട്ടെ സാധനം പോരട്ടെ. സെക്കൻഡ് എന്റെ ഞാൻ തന്നെ. എന്ത് ചെയ്യാനാ സാർ, നമുക്കിതൊന്നും അറിയാൻ മേലല്ലോ. സാറിനല്ലേ അറിയാവുന്ന. അച്ഛൻ ചോറും മീനും തയ്യാറാക്കുന്നതിന്റെ പിന്നാലെ അമ്മ വെസൽസ് കഴുകാൻ പറഞ്ഞതുകൊണ്ട് അടുക്കള വൃത്തിയാക്കി മാത്രമാണ് ഞാൻ പുറത്തു പോയത്. Look at this dude. Yeah. Next one ജക്ടർ മൈമയാണ്. 3, 2, 1. പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കും. ഓക്കെ ഗൈസ് അപ്പോ ജക്ടർ മൈമിയുടെ റൗണ്ടാണ്. ആയോ ഇത് തന്റെ ലാസ്റ്റത്തെ. ഞാൻ രാവിലെ ട്യൂഷനിൽ പോയി. വീട്ടിലേക്ക് വന്നപ്പോൾ ബാഗ് എടുത്തില്ലെന്ന് ശ്രദ്ധിച്ചപ്പോൾ കൂട്ടുകാരനകത്ത് എന്റെ ബുക്കുകളും തനിക്ക് രാവിലെ ഒന്നും മര്യാദക്ക് പറയാൻ പോലും അതെ ചേട്ടാ രാവിലെ ആയി. രാവിലെ ആയി ഒരു ചായ കൊടുക്ക് ചേട്ടാ. അപ്പോ നമ്മുടെ 2 റൗണ്ടുകൾ മീഡിയം ലെവലിലെ 2 റൗണ്ടുകളും കൂടെ എനിക്ക് രാവിലെ പോലും മാത്രമാണ് എനിക്ക് അറിയാൻ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ മീഡിയം റൗണ്ട് കഴിഞ്ഞോ ക്രൂ? അപ്പോൾ മീഡിയം റൗണ്ട് കഴിഞ്ഞെന്നാണ് ക്രൂ പറയുന്നത്. സോ നമുക്ക് എന്തായാലും ഹാർഡ് ലെവൽ ലോബിയിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവൻ ഇതുവരെ മീഡിയം ലെവൽ കടന്നിട്ടില്ലേ, പിന്നെ ഇങ്ങനെയാണ് ഹാർഡിലോട്ട് പോണത്. നീ ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഇവൻ പിന്നെ ഇവൻ കേറിട്ടേ ഇല്ല. ഹാർഡ് ലെവൽ ലോബിയിലേക്ക് പോവുകയാണ്. സോ ഗൈസ് അപ്പോൾ ഹാർഡ് ലെവൽ ലോബിയിൽ എന്തായാലും ഫസ്റ്റ് നമ്മുടെ ജക്ടർ മൈമി കളിക്കട്ടെ. അന്ന് ജക്ടർ മൈമി കളിച്ചോ. 3, 2 ഒറ്റയടിക്ക് വായിച്ചു കൊടുക്കണം കേട്ടോ. കാണുമ്പോൾ വായിച്ചു കൊടുക്കണം. 3, 2, 1. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച ശേഷം സ്കൂളിൽ പോകാൻ തയ്യാറിട്ടു. ഒപ്പം അമ്മ പറഞ്ഞു ഒരു പുതിയ പഴക്കുഞ്ഞ് വാങ്ങിച്ച്. പിന്നെ ചെറിയ വിശ്രമത്തിന് ശേഷമുള്ള ഓരോ ദിവസവും പുതിയ ചിന്തകൾക്കായി ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തയ്യാറായിരിക്കുകയായിരുന്നു. അത് മാത്രല്ല ഇതിനകത്ത് പറഞ്ഞ രാവിലെ ഒന്നും തന്നെയാ. രാവിലെ പിന്നെ വേറെ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്നും കൂടെ പറഞ്ഞായിരുന്നു. ഞാൻ കടവുളയെന്ന് കേട്ടിട്ടുണ്ട്. ഇത് വേറെ എന്തോ കൂടെ പറഞ്ഞത്. പോട്ടെ, ഞാൻ അത് വിട്ടു. ആണല്ലേ? അയ്യോ അങ്ങനെ ഇടയ്ക്ക് ബ്രോ നിർത്തിയായിരുന്നു. ബ്രോ നിർത്തി. അയ്യോ അത് നമുക്ക് ബ്രോ നിർത്താതെ ഇങ്ങനെ പോകും. പഴക്കുഞ്ഞ് വാങ്ങി പഴക്കുത്തായിരുന്നു. എവിടെ പഴക്കുത്ത് വാങ്ങി. എനിക്ക് ഭയങ്കര ടഫായിട്ട് ആണോ? പിന്നെ ടഫ് റൗണ്ടിൽ പിന്നെ ടഫ് അല്ല ബ്രോയ്ക്ക് അതല്ലേ വേണ്ടേ? ബ്രോ ഫസ്റ്റ് റൗണ്ടിൽ ഇതല്ലേ. ബ്രോ എന്തോ പാരാഗ്രാഫ് വരെ പറഞ്ഞതല്ലോ. സോ ഗൈസ് അപ്പോൾ എൻ്റെ റൗണ്ടാണ്. ഞാൻ നോക്കണേ. ഇന്നലെ ഞങ്ങൾ കൂട്ടുകാരെ ചേരുകയും എല്ലാം തീരുമാനിച്ച് ഒരുപാട് സമയം കിതപ്പുകൾ പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട്. അല്ല ഞാൻ ശ്വാസം വിട്ടല്ലേ. ശ്വാസം വിട്ട് കൊടുക്ക് കാണട്ടെ.
വായിക്കാം എനിക്ക് കാണാം വായിക്കുന്നത്. 3, 2, 1 സ്റ്റാർട്ട്. അവൻ നേരത്തെ പാഠം പഠിക്കാനായി പറഞ്ഞു ഉറപ്പുള്ളത് പോലെ തന്നെയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ പാഠത്തിന്റെ അവസാനം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഇയാള് ചിരിച്ചു, ഇടയ്ക്ക് ചിരിച്ച് ഇയാള് ഈ ഫൗളാണ്. എനിക്ക് ചിരിച്ചു. പാടത്തിന്റെ അല്ല പഠനത്തിന്റെ എന്നാണ്. അവൻ നേരത്തെ പാഠം പഠിക്കാനായി പറഞ്ഞു ഉറപ്പുള്ളത് പോലെ തന്നെയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ പഠനത്തിന്റെ അവസാനം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ പങ്കാളികളോട് ചർച്ച ചെയ്ത ക്ലാസ്സിലെ ഭാവി തീരുമാനങ്ങൾക്കായി ഉറപ്പ് തരേണ്ടി വന്നു. ഇല്ലില്ല. അതിനിപ്പോ മാർക്കില്ലല്ലോ. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഹാർഡ് ലെവൽ ലോബിയിലെ ഫസ്റ്റ് റൗണ്ട് ആർക്കാ ജക്ടമി ഇല്ലേ എന്നാ ഇതെന്തിനാ അതൊക്കെ ഉണ്ട്. ആണോ? 3, 2, 1. ഞങ്ങൾ കൂട്ടായി പോയപ്പോൾ കൂട്ടിൽ നിന്നുള്ള ആഹാരവും ഡെസ്റ്റിനേഷനിലും ഓരോ തീരുമാനവും നടത്തിപ്പിനെയും നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള അസംബ്ലിയും നടത്തിയപ്പോൾ എല്ലാം അവരുടെ കൂടെ കഴിയുന്ന പ്രേമം ജനിപ്പിച്ചു. ഇവിടുത്തെ പോയായിരുന്നു നടക്ക് പോയായിരുന്നു കേട്ടോ. അവിടെ പോയായിരുന്നു. എവിടെ നടത്തിപ്പിനെ അവിടെ എന്തോ പോയായിരുന്നു. ബ്രോയ്ക്ക് സംശയം ഉണ്ടോ? സംശയമുണ്ടോ? 2 മൈനസ് കൂടി തരും. അല്ല, ബ്രോയ്ക്ക് അറിയാം തെറ്റിന്നുള്ളത്. അല്ല ഞാൻ ബ്രോയ്ക്ക് തെറ്റിന്നുള്ള അറിയാലോ. ഇപ്പൊ എത്ര സ്കോർ? 3 3 അല്ല 2, 3, 2. ഒന്ന്. രണ്ട്. നീ ആകെ ഈസിയില് മാത്രം നീ ഒരു പോയിന്റ് ഇട്ടിട്ടുള്ളൂ. 3. 2. ബ്രോ ഒരു പോയിന്റ് ഉണ്ട് ബ്രോ. അങ്ങ് അവല്ലേ ബ്രോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. എന്റെ അവസരം അയച്ചോ. വീട്ടിൽ മറ്റൊരു പുതിയ ജോലി ചെയ്യാനായി അമ്മ നൽകിയ നിർദ്ദേശം സ്വീകരിച്ച് എല്ലാം ക്രമപ്പെടുത്തി തിരിച്ചറിയാൻ പുതിയ ആധികാരിക പാഠങ്ങൾ പുനഃസ്കരിപ്പിച്ചപ്പോഴും അത് തീർച്ചയായും പൂർത്തിയാക്കേണ്ടി വന്നു. പുനഃസംസ്കരിച്ചപ്പോഴാണ് സംസ്കരിച്ചപ്പോ അങ്ങനെ എന്താ സംസ്കരിച്ചപ്പോഴും എന്നാണ്. അവൻ നേരത്തെ സംസ്കരിച്ചപ്പോഴും ലാസ്റ്റ് ആൻഡ് ഫൈനൽ എഡ്വിൻ ബിസിബിനെ സാധനം കുടിക്കുക. ദൈവം ഇതിപ്പം എന്ത് കഷ്ടമായാലും ഒറ്റ പോയിന്റ് എടുത്താൽ മതി. ഇയാൾ ഉണ്ടായി പോന്നോ. 3, 2, 1. ഞാൻ ദീർഘകാലം ശ്രദ്ധിക്കാത്ത കുട്ടികളുടെ പാഠങ്ങൾ വാസ്തവത്തിൽ വളരെ സംസ്കാരം വന്നു. എനിക്ക് വേറൊന്നും മറ്റേ ഇത് വന്നു. ഇവൻ അതുപോലും വന്നിട്ടില്ല. എന്നിട്ടും അത്രേ വന്നില്ലല്ലോ ബ്രോ. സോ ഗൈസ്, അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണെന്നാണ് പറയുന്നത്. എക്സ്ട്രീം ഹാർഡ് കോർ ലെവൽ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് റൗണ്ട് അവിടെ തുടങ്ങും. ബ്രോ അയ്യോ പേടിയാണോ ബ്രോ? ബ്രോ അല്ലേ ഫസ്റ്റ് സോ ഗൈസ്, അപ്പോൾ എക്സ്ട്രീം ഹാർഡ് കോർ ലെവലിലെ ഫസ്റ്റ് റൗണ്ടിൽ ഗൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ഇംഗ്ലീഷ് ആണ് ഗൈസ്. ഇത്രയും നേരം മലയാളം ഇംഗ്ലീഷ് ആണോ? ഫുൾ ഇംഗ്ലീഷ്. പിന്നെ ബ്രോയ്ക്ക് എളുപ്പമായിരിക്കുമല്ലോ അല്ലേ? അതെ ബ്രോ, ഇംഗ്ലീഷിൽ നല്ല മെച്ചപ്പെട്ട അവളെന്നൊന്നും പറയല്ലേ ബ്രോ. സോ ഗൈസ്, അപ്പോൾ I woke up early, stretched my arms, opened the window, brushed my teeth quickly, took the ആണ്. ശ്വാസം പറഞ്ഞ പൊക്കോട്ടെ. അങ്ങനെയാണ് എനിക്ക് അറിയാവോ? തെറ്റാണേലും പൊക്കോട്ടെ എന്നാ. I woke up early, stretched my arms, opened the window, brushed my teeth quickly, took a refreshing shower, put on my favorite t-shirt, helped dad make breakfast, packed my lunch, double-checked my homework, tied my shoes, waved goodbye to my dog, grabbed my bag and ran outside and into the cat's school. അതിന്റെ ഇടയ്ക്ക് വേറെ തെറ്റിച്ചായിരുന്നു. ഇപ്പോഴും ബ്രോ 2 സ്കിപ്പ് ചെയ്ത്. ബ്രോ അതിന്റെ ഇടയ്ക്ക് ഷർട്ട് ഒന്നുള്ളൂ, ടീഷർട്ട് ഒന്നും ഇല്ല. എന്ത് ടീഷർട്ടൊക്കെ ആണ് ചെയ്ത? എന്തൊരു ബ്രോ ശ്വാസം മുട്ടിയാ? ശ്വാസം മുട്ടില്ലേ? അപ്പോ എന്തായാലും അത് ഫെയിൽ ആയിട്ട് അട്ടർ ഫ്ലോപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എന്റെ അവസരമാണ്. നെക്സ്റ്റ് വേണം പോരട്ടെ. അല്ല, ഇത് ശ്വാസം വിട്ടിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ശ്വാസം വിട്ടിട്ട് ശ്വാസം എടുത്തിട്ട്
I stayed in bed late, scrolled through my phones for hours, watched some funny videos, got up slowly, made toast with butter, spilled some juice, cleaned the table, turned on the TV, watched cartoons for a while, called my friend, played games online, took a nap again. Finally realized the whole day was gone doing absolutely nothing productive. പോയി ഒരെണ്ണം പോയി ആ ആൻഡെന്ന് കഴിച്ചു. ശാസ്ത്രമാണോ അതൊക്കെ? ആ ബ്രോ ഞാൻ നോക്കുമ്പോ ലാസ്റ്റ് സൗണ്ട് ഇല്ലായിരുന്നില്ല. എന്തെറ്റി ബ്രോ? പക്ഷെ ഒറ്റ വാക്കടേ അതില്ലായിരുന്നെങ്കി ഉണ്ടല്ലോ ബ്രോ കപ്പെടുത്താറേ. absolutely nothing productive. അതല്ല ഇനിയിപ്പോ എടുക്കാനോ പോണം എനിക്കറിയാം ബ്രോ. ഫസ്റ്റത്തെ വന്നിട്ടില്ല ഗെയിമില്. ഇത് ഇംഗ്ലീഷാ. ഇത് ഇംഗ്ലീഷാ. അയ്യോ റാവുളേ, അയ്യോ റാവുളേ. എടുത്തുവിടാ മൂന്നാഴ്ച എടുത്തൂടെ. എനിക്ക് ഇവിടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ടെൻഷൻ അടിച്ചിട്ടാ തോക്കുന്നുള്ള ഭയം. 3, 2, 1 3, 2, 1 start. We planned a sleepover at my friend's house, packed snacks, board games, pillow and chargers, choosing match pajamas, made a movie list, ordered pizza, danced around the room, laughed non-stop, told spooky stories, tried to sleep but could not. അങ്ങനെ ഒന്നും ഞാൻ എടുത്തില്ല. മൂന്നാല് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ചെറിയ ഇതെന്ന് ബ്രോ എന്തിനാ ഇങ്ങനെ ഇത്ര വലിപ്പത്തിലാക്കുന്നത്? ഞാൻ ആകെ ഒറ്റ ഇത് എടുത്തിട്ടുള്ളൂ. ഒറ്റ സെറ്റിൽ നമ്മുടെ ഇത് മാത്രം തെറ്റിട്ടുള്ളൂ. പക്ഷെ ഇവന്റെ എന്തായിരുന്നു? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു റൗണ്ടോടെ വെക്കുകയാണ്. അത് ക്രൂവിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗംഗ എന്ന് പറഞ്ഞ പാട്ട് ഏറ്റവും കൂടുതൽ ഒറ്റ ശാസ്ത്രത്തിൽ ആരാണോ പാടുന്നത് അയാളായിരിക്കും ഈ റൗണ്ടിൽ ജയിക്കാൻ പോകുന്നത്. സോ ജക്ടമൈമയാണെന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് കാരണം ഇതിനകത്ത് ഈ ശാസ്ത്രങ്ങളിൽ ഇറങ്ങി തീരുമ്പോൾ നാളെ രാവിലെ ആവും. അപ്പൊ തന്റെ വയറും കുറയും. എന്നെ പോലെ തന്നെ പകുതി ശ്വാസം പോയി കഴിഞ്ഞാൽ എന്നെ പോലെ അല്ലല്ല. ബ്രോയിൽ ഇത്ര അഡ്വാൻറ്റേജ് ഒക്കെ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇത്രയും സംഭവങ്ങളൊക്കെ ബ്രോയെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തു. 3, 2, 1 പറയട്ടെ. 3, 2, 1 പറ. 3, 2, 1 ഗംഗേ നിങ്ങൾക്ക് ശ്വാസം എടുത്തിട്ട് പറ. സൗണ്ടിൽ അയ്യോ റാവുളേ. അയ്യോ അങ്ങ് മലത്തിയാരെ. അത് പറയുന്നില്ല. വേണം ഇത് വേണം അടുത്ത വേണോ? ഇനി ഒന്നും പിടിക്കില്ല. ആരും പിടിക്കില്ല. എന്നെ പിടിക്കല്ലേ. എന്തോ താഴത്തേക്ക് പോയി. ഞാൻ വിചാരിച്ച്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എൻ്റെ ഡോസറാണ്. തംസപ്പ് 2, 1 ഗംഗേ
പോരാ എന്തിനാ ഇത് നിങ്ങൾ ചെയ്തില്ല ഞാൻ എപ്പോഴും കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന നല്ലൊരു കഴിവുണ്ട്. കണ്ണീന് വെള്ളം നെക്സ്റ്റ് എഡിംബിസിയുടെ അവസരമാണ്. 3, 2, 1 start. ഗംഗേ അപ്പൊ 3 പേരുടെയും അവസരം കഴിഞ്ഞിരിക്കുന്നു. ശ്വാസം ഒന്നും പഴയ പോലെ എടുക്കാൻ Guys, എത്ര സെക്കൻഡ്സ് ആണ് ഇതുവരെ നമുക്ക് അറിയത്തില്ല, 3 പേരെയും അറിയത്തില്ല. അപ്പോ Guess ചെയ്യണ്ട. എനിക്ക് കൊമ്പൻ തന്നെയാണ് ജയിക്കുന്നത്. ബ്രോ എത്ര സെക്കൻഡ് ബ്രോ? ഞാനൊരു 40 സെക്കൻഡ് ഒക്കെ അത് ഇയാളെത്ര ഉണ്ട്? ഒരു 20 സെക്കൻഡ് ഉണ്ടോ? 20 സെക്കൻഡ്. 20 ആണോ? ഞാനൊരു 35. ഞാൻ 10. 10 അറിയത്തില്ല. എന്നാലും ഗസ് ചെയ്യേ. ഒരു 15. അയ്യോടി എന്നൊരു 20. അയ്യോടി 25 തോന്നി അതിന്റെ പക്കത്തൊന്നും പോവില്ല. അപ്പൊ എന്തായാലും ക്രൂ പറഞ്ഞോ. 28.22 ജക്ടറുണ്ട്. ഓ അത് 18. അത് കൊടുത്താ 10 സെക്കൻഡ് ഞാൻ കൂട്ടി എനിക്ക് പറഞ്ഞു കൊടുത്താ. അപ്പൊ എന്റെ വക്രീന്റെ 29.42. 1 സെക്കൻഡ് കൊള്ളൂല. അപ്പൊ നമ്മുടെ ജക്ടർമൈമിയുടെ 28 സെക്കൻഡും ആൻഡ് വക്രിയുടെ വന്നേക്കുന്നത് ഞാൻ തോപ്പിച്ച തോപ്പിച്ചു. 29 സെക്കൻഡ് ആണ്. 29 സെക്കൻഡ്. അപ്പൊ എന്റെ എത്രയാണ്? 51.48. 51.48. ഷേ, ഒരു മിനിറ്റ് തയ്ക്കാൻ പറ്റിയില്ല. ഷേ, ഇനി എന്നെ ഗംഗേനെ വിളിക്കാൻ പാടാനായിട്ട് വിളിക്കൂല ഇവര്. ആ പുള്ളി എത്ര സെക്കൻഡാ പാടിയത്? 30 സെക്കൻഡാ? സോറി, യേശുദാസ്. എന്തിനാ വെച്ച് കമ്പയർ അത്രയും നമുക്ക് ഈ ബൂട്ട് ക്യാമ്പിലെ കട്ട് എന്റെ കരിയായി നോക്ക് തോലി. അപ്പൊ അങ്ങനെ ഈ റൗണ്ടിൽ ഞാനാണ് വിജയിച്ചിരിക്കുന്നത്. 50 സെക്കൻഡ്. ഞാൻ വിചാരിച്ച ഇത്രയും കഴിവും ഞാനുള്ള ഈ പുള്ളി ജയിക്കുമെന്ന്. തോറ്റല്ലോ ദൈവമേ, ഇത്ര കാറ്റൊക്കെ വായിറ്റി വെച്ചിട്ട്. ആണോ? അങ്ങനെ വിചാരം ഉണ്ടല്ലേ? അങ്ങനെ വിചാരിച്ചാലിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ടോട്ടൽ പോയിന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എനിക്ക് 4 പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 2 പോയിന്റ്, ഇവിടെ നോക്കുമ്പോൾ 1 പോയിന്റ്. എന്തല്ലേ ഇങ്ങനെ ഇതൊക്കെ? എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ എനിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. വാട്ട് ഷുഡ് ഐ ഡു ബ്രോ? ഒന്നും ചെയ്യാതെ വെറുതെ ഞാൻ വിചാരിച്ചു ജക്ടർമൈൻ വന്നപ്പോ എനിക്കൊരു കോമ്പറ്റീറ്റർ ആവുന്നത്. പക്ഷെ വെറും താഴായി പോയി. കണ്ടിട്ടില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.